പശ്ചിമേഷ്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ കേവലം ടാങ്കുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള സാധാരണ യുദ്ധമല്ല. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അദൃശ്യ സൈന്യം ഈ യുദ്ധത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരു രാജ്യം പോലും നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കാതെ വിവിധ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന സായുധ സംഘങ്ങൾ ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കുന്ന ഇറാന്റെ ഈ നിഴൽ സൈനിക ശൃംഖലയെ ലോകം ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഇറാന്റെ ഈ അത്യാധുനിക യുദ്ധതന്ത്രം എങ്ങനെയാണ് പശ്ചിമേഷ്യയെ സ്വാധീനിക്കുന്നതെന്നും അതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്താണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. അമേരിക്കയോ ഇസ്രയേലോ പോലുള്ള വൻശക്തികളുമായി നേരിട്ടൊരു യുദ്ധത്തിലേർപ്പെടുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക സൈനിക തകർച്ചയ്ക്ക് കാരണമായേക്കാം. ഇത് മുൻകൂട്ടി കണ്ടാണ് ഇറാൻ പ്രോക്സി വാർഫെയർ അഥവാ നിഴൽ യുദ്ധം എന്ന തന്ത്രം സ്വീകരിച്ചത്. സ്വന്തം സൈന്യത്തെ നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് വിടുന്നതിനു പകരം അയൽരാജ്യങ്ങളിലെ സായുധ സംഘങ്ങൾക്ക് പരിശീലനവും ആയുധവും നൽകി അവരെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്നതാണ് ഈ രീതി. വർഷങ്ങളായി ഇറാൻ വളർത്തിയെടുത്ത ഈ സ്വാധീനം കാരണം ഇന്ന് ഒരേ സമയം ഒന്നിലധികം രാജ്യങ്ങളിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ സമ്മർദ്ദം ചെലുത്താൻ അവർക്ക് സാധിക്കുന്നു. ഇറാന്റെ ഈ നിഴൽ സൈന്യത്തിൽ പ്രധാനമായും 4 വലിയ ശക്തികളാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലെബനനിലെ ഹിസ്ബുള്ളയാണ്. ഇറാന്റെ ഏറ്റവും വിശ്വസ്തരായ ഇവർക്ക് അതിശക്തമായ മിസൈൽ ശേഖരവും അത്യാധുനിക യുദ്ധപരിചയവുമുണ്ട്. ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിരന്തരമായ ഭീഷണി ഉയർത്താൻ ഇവർക്ക് സാധിക്കുന്നു. രണ്ടാമത്തേത് ഗാസയിലെ ഹമാസാണ്. ഇസ്രയേലുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഹമാസിന് ഇറാനിൽ നിന്ന് വലിയ തോതിൽ സാങ്കേതിക സഹായവും പരിശീലനവും ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാഖിലെ വിവിധ ഷിയ മിലീഷ്യകളാണ് മറ്റൊരു വിഭാഗം. ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ച് നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നത് ഇവരാണ്. നാലാമതായി യമനിലെ ഹൂതി വിമതർ ഇന്ന് ലോകത്തിനു തന്നെ വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. ഇറാന്റെ പിന്തുണയോടെ ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്നുവെന്നത് ഇറാന്റെ സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഇറാൻ നേരിട്ട് യുദ്ധം ചെയ്യാതെ ഈ സഖ്യസേനകളെ ഉപയോഗിക്കുന്നത് തന്ത്രപരമായ നീക്കമാണ്. ഇസ്രയേലിനെതിരെ ഒരു യുദ്ധം നടക്കുമ്പോൾ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും ഇറാഖിൽ നിന്ന് മിലീഷ്യകളും യമനിൽ നിന്ന് ഹൂതികളും ഒരേ സമയം ആക്രമണം തുടങ്ങുന്നു. ഇത് എതിരാളികളെ പ്രതിരോധത്തിലാക്കുകയും യുദ്ധമൊരു വലിയ പ്രാദേശിക സംഘർഷമായി മാറ്റുകയും ചെയ്യുന്നു. ഇത്തരമൊരു മൾട്ടി ഫ്രണ്ട് വാർ നിയന്ത്രിക്കുക എന്നത് ഏതൊരു വലിയ സൈന്യത്തിനും വെല്ലുവിളിയാണ്. ആധുനിക യുദ്ധം വെറും ആയുധങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇറാൻ ഇന്ന് സൈബർ യുദ്ധത്തിലും വളരെയധികം മുന്നിലാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ തകർക്കുക, ഗവൺമെന്റ് ഡാറ്റകൾ ചോർത്തുക, സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയവ വഴി രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ അവർക്ക് സാധിക്കുന്നു. പലപ്പോഴും മിസൈൽ ആക്രമണങ്ങളെക്കാൾ പ്രഹരശേഷിയുള്ളതാണ് ഇത്തരം സൈബർ നീക്കങ്ങൾ. ഒരു രാജ്യത്തിനു നേരെ ആക്രമണം നടക്കുമ്പോൾ അതിന് മറുപടി നൽകേണ്ടത് ആർക്കെതിരെയാണ് എന്ന ആശയക്കുഴപ്പം ഈ നിഴൽ യുദ്ധം സൃഷ്ടിക്കുന്നു. ആക്രമണം നടത്തുന്നത് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളാണെങ്കിലും ഇറാൻ നേരിട്ട് യുദ്ധത്തിലല്ലാത്തതിനാൽ ഒരു തിരിച്ചടി നയതന്ത്രപരമായി പ്രയാസകരമാണ്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം വെറും 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് പ്രോക്സി സേനകളും സൈബർ ആക്രമണങ്ങളും ചേർന്നുള്ള സങ്കീർണമായൊരു യുദ്ധമുറയാണ്. ഇറാന്റെ ഈ അദൃശ്യ സൈന്യത്തിന്റെ പ്രവർത്തനം ഭാവിയിലെ യുദ്ധങ്ങളുടെ മാതൃകയായി മാറുമോ എന്നാണ് ലോകമിപ്പോൾ ഭീതിയോടെ ഉറ്റുനോക്കുന്നത്. ചുരുക്കത്തിൽ, പശ്ചിമേഷ്യയിൽ ഇന്ന് നാം കാണുന്നത് പാരമ്പര്യ യുദ്ധമുറകളുടെ അന്ത്യവും ഹൈബ്രിഡ് വാർഫെയർ എന്ന പുതിയ യുദ്ധകാലഘട്ടത്തിന്റെ തുടക്കവുമാണ്. ഇറാൻ കെട്ടിപ്പടുത്ത ഈ അദൃശ്യ സൈനിക ശൃംഖല വെറുമൊരു സായുധ സംഘമല്ല, മറിച്ച് ലോകശക്തികളെപ്പോലും പ്രതിരോധത്തിലാക്കാൻ ശേഷിയുള്ള ഒരു തന്ത്രപരമായ ആയുധമാണ്. നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രോക്സി ഗ്രൂപ്പുകളെയും സൈബർ ആക്രമണങ്ങളെയും മുൻനിർത്തി ഇറാൻ നടത്തുന്ന ഈ നീക്കം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയൊരു ചോദ്യചിഹ്നമുയർത്തുന്നു. ഒരു രാജ്യം നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കാതെ തന്നെ മറ്റൊരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ കഴിയുക എന്നത് ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഈ അദൃശ്യ സൈന്യം പൂർണ്ണമായി സക്രിയമാകുമോ അതോ നയതന്ത്ര ചർച്ചകളിലൂടെ ഈ നിഴൽ യുദ്ധത്തിന് അറുതി വരുമോ എന്നത് വരും ദിവസങ്ങളിലെ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഒന്നുറപ്പാണ്, യുദ്ധമെന്നത് ഇനി വെറും അതിർത്തികളിലെ വെടിയൊച്ചകൾ മാത്രമല്ല. അത് ഡിജിറ്റൽ ലോകത്തും സമുദ്രപാതകളിലും നിഴൽ രൂപത്തിലുള്ള സായുധ സംഘങ്ങളിലൂടെയും പടരുന്ന ഒന്നായി മാറിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ ഈ മാറ്റങ്ങൾ വരും കാലത്തെ ആഗോള യുദ്ധങ്ങളുടെയും സമാധാനത്തിന്റെയും മാതൃകയായി മാറിയേക്കാം.